വെൽക്കം ടു ഐവാസ് ഏപ്രിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് ഫ്രൈ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെയിനായിട്ട് വേണ്ടത് ഞണ്ടാണ്. ഞാനിവിടെ ഒരു 5 ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് 2 ചെറിയുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. 1/4 ടീസ്പൂണിനെക്കാട്ടി കുറച്ച് കുറവ് മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ചെറിയ പച്ചമുളകാണ്. ഇതിനെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ടിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ മിക്സായി കിട്ടും. നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ട് കിട്ടും. ഞാനിവിടെ ഇപ്പം തന്നെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു ഞണ്ടായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് സിമ്മിൽ വെച്ചിട്ടാണ് ഞണ്ടിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഉള്ളൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് നമ്മളൊന്നും അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എപ്പോഴും റോസ്റ്റ് ചെയ്ത് നോക്കാറല്ലേ നമ്മളെപ്പോഴും ഞണ്ട് കിട്ടുമ്പോൾ. ഇനി ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്